അഗ്രികൾച്ചർ കോളേജിൽ ഞങ്ങൾ എഴുതാനും വായിക്കാനും ചിന്തിക്കാനും പഠിപ്പിച്ച ഭാസ്കരൻ സാറിന് തന്നെ ആദ്യം ഞാൻ നന്ദി പറയാം. അദ്ദേഹം ഗൾഫിൽ നിന്ന് കുറച്ച് കാലങ്ങൾക്ക് വേണ്ടി വന്നതാണ്, പോകാൻ നിന്നതാണ്. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹം തന്നെ ഇവിടെ വന്നു. ഭാസ്കരൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാം, ഇരിക്കുന്നവർക്ക് എല്ലാം അറിയാം. ഇത്ര സരസമായിട്ട് ഡിഫിക്കൽട്ടായി ഈ സൈക്കോളജി, സോഷ്യോളജി അങ്ങനെയുള്ളതൊക്കെ ഇത്ര തമാശ സാറിന് സർക്കാർ പഠിക്കുന്ന തിരിച്ചുള്ളവരല്ല അദ്ദേഹം ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ പബ്ലിഷർ പ്രത്യേകം ഇത്ര മനോഹരമായിട്ട് ഈ ബുക്ക് അതിനെക്കുറിച്ച് ഈ ഫോട്ടോസൊക്കെ ഒന്നും കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു എന്നെ സംബന്ധിച്ച് അതൊരു എന്താണ് നമ്മുടെ ഓർമ്മകളുടെ ഒരു ഇതാണ് ഈ അടുക്കി കെട്ടി വെക്കുമല്ലോ. അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ തോന്നുമെന്ന് അറിയില്ല, കുറച്ച് ടഫായിട്ടൊക്കെ തോന്നുമെങ്കിലും അപ്പോൾ അറിയാം ഇതിലിപ്പം പലരും വന്നിരിക്കുന്നത് ആലുവെന്നൊക്കെ വന്ന് ഉടനെ തിരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ജോസായിട്ട് നമുക്ക് തന്നു. പിന്നെ ഇതെല്ലാം ബാക്കി എൻ്റെ സുഹൃത്തുക്കളോട് കഴിഞ്ഞ ഇതിൽ തന്നെ വളരെ മനോഹരമായിട്ട് എന്നെ കുറിച്ച് സംസാരിച്ച് ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹസ്ബൻഡാണ്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, നാഗപ്പൂർ. ഇത്രത്തെ ആളൊക്കെ സഹിച്ച് ഷാജുവിൻ്റെ ഇവിടെയാണ് ഞങ്ങളുടെ റൂംമേറ്റ് തമ്പാൻ, ശാസ്ത്രജ്ഞനാണ്, നമ്മുടെ കൊച്ചു പയ്യനാണ്. ഇവരെല്ലാം ഒരുമിച്ച് ഞാനിതൊരു ബുക്ക് പ്രകാശിപ്പിക്കാൻ ഇതിപ്പം കോഴിക്കോട് വെച്ച് ഞാനിപ്പോൾ കോഴിക്കോടാണ് താമസിച്ചത്, അവിടെ വെച്ച് നടത്താം. പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഏതാണ്ട് വെള്ളായണിയെ കുറിച്ചുണ്ട്. പിന്നെ കുറേ കൊച്ചി ഞാൻ ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ തെരുവുകൾ, മറൈൻ ഡ്രൈവ് ഇതൊക്കെ അതിലുണ്ട്. പക്ഷെ അപ്പോഴും ഈ കാർഷിക കോളേജിലാണ് നമ്മുടെ എല്ലാവരുടെയും ഈ വ്യക്തിത്വം ഇത്. അതുകൊണ്ടാണ് ഈ പല സ്ഥലത്തും ആൾക്കാരോട് ഓടി വരാൻ കാര്യം. വിരിച്ച ജസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും സമ്മതിച്ചെന്നുള്ളതാണ്. നോർമലി അല്ലാതെ വേറെ കാര്യം ഇപ്പോൾ അടുത്തുള്ള പലരും വന്നിട്ടുമില്ല. അതാണ് ഞാൻ പലരെയും നേരിട്ട് വിളിച്ചിട്ട് പലരും വന്നിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ വന്നു എന്നുള്ളത് അത് വേറൊരു ആവശ്യമില്ല, ഇതിനുവേണ്ടി മാത്രം വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു നമുക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമാണ്. പിന്നെ അതുപോലെ ഭാസ്കർ സാർ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സാറ് PDF വായിച്ചത്, ബുദ്ധിമുട്ടാണ്, PDF എനിക്ക് പോലും വായിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അത് വായിച്ചിട്ട് ഏകദേശം ഈ നമ്മളുടെ അതേ ഒരു ചിന്ത, ആ ഒരു ഇതുണ്ട്, അതേ രീതിയിൽ സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈവൻ ഗിരിജ അത് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചു. പിന്നെ ഒരേ രീതിയിലുള്ള ചിന്താഗതി, അപ്പോൾ വഴക്കുകളും ബഹളങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വർഷങ്ങൾ ഈ സൗഹൃദങ്ങൾക്ക് നിലനിന്നുള്ളത് വലിയ അത്ഭുതമാണ്. പിന്നെ ഞങ്ങളൊരു 4 പേര് പ്രത്യേകം പറയും. അത് ബിന്ദു, സാജൻ, തമ്പാൻ, പിന്നെ രാജുവിൻ്റെ അനക്കമില്ല, അവിടെ ആളുണ്ടോ ഇല്ല എന്നുള്ളത്. ഇത് ഈ 10, 39, 40 വർഷത്തിൻ്റെ ഇടയ്ക്ക് അയാൾ മിക്കവാറും വിളിക്കാം. അത് പല കാര്യങ്ങളായിരിക്കും സംബന്ധിച്ച്. സാജനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈ പറഞ്ഞ പോലെ ബുക്സിനെ കുറിച്ചാണ് കൂടുതൽ. അപ്പോൾ അവൻ വർത്തമാനം വായിക്കും, ഭയങ്കര പുതിയ പുതിയ ബുക്കുകൾ ഇങ്ങനെ വായിക്കും. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഈ വേറെ ടൈപ്പ് ഗോസിപ്പ് ഇതിനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കുകൾ പുതിയത് ഇന്നത് വന്നു, അത് ഞാൻ അങ്ങോട്ടും പറയും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനൊരു പിന്നെ മറ്റ് വേറെ രീതിയിലുള്ളത്. അപ്പോൾ ആ ഒരു സൗഹൃദമൊക്കെ ഈ 40 വർഷം ഇത് നിലനിന്ന് പോകുന്നു. അന്ന് കോളേജിലെ ക്യാമ്പസിൽ കൂടി എങ്ങനെ നടന്നു, ഈ അതേ രീതിയിൽ ഇപ്പോഴും നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ ചില ഫോട്ടോസൊക്കെ ആയിരുന്നു. ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ വെച്ചെടുത്തൊക്കെ ഫോട്ടോസ്. അതുകൊണ്ടാണ് ഈ ഫോട്ടോസ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തത് കൊണ്ടുവന്നതും. അതല്ല കളറിലാണ്. ഇപ്പം ഇത് പറഞ്ഞ പോലെ കളർഫുൾ മെമ്മറീസ് അല്ലേ, ഈ മെമ്മറിക്ക് കളറുണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും ഫോട്ടോ അത് മതി. പക്ഷേ ഈ മെമ്മറീസ് ആർ ഓൾവേസ് കളർ. ഈ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ വയസ്സായി 65, 60 കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതിൽ പണ്ട് കണ്ട പോലെ അല്ല ജീവിതത്തിൽ കാണും. അപ്പോൾ അത് അത്ര കളർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മെമ്മറീസ് ആണ് ഓൾവേസ് കളർ. പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻറ്റ് ഇത്, ഒരു മല ദൂരെ നിൽക്കുമ്പോൾ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പിന്നെ പാറ ഇതൊക്കെയാണ്, അതിൽ പാമ്പ് കാണുമ്പോൾ. പക്ഷെ അത് പുറത്തുനിന്ന് നോക്കി കഴിയുമ്പോൾ അങ്ങനെ എല്ലാം ജീവിതത്തിലിപ്പോൾ മലയോ അല്ലെങ്കിൽ കടലോ മാത്രമൊന്നുമല്ല. ഈ വ്യക്തികളെ സംബന്ധിച്ചോ ഈ വളരെ അടുത്ത് കുറച്ച് നാളായി കഴിയുമ്പോൾ അതാണല്ലോ ഈ വ്യക്തിബന്ധങ്ങളിൽ വരുന്ന പാകപ്പിഴകളും തകർച്ചകളും. അപ്പോൾ അതെല്ലാം അതിൽ വരുന്നുണ്ട്. അതൊരു പിന്നെ ഒരു മെയിൻ പാട്ട് എഴുതിയിരിക്കുന്നത് 10-20 കൊല്ലം മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ടർബുലൻസ് അതെല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ജോലിയിൽ കിടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ വരും. അപ്പോൾ നമ്മളുടെ മനസ്സ് ഇത് പുറത്തേക്ക് നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മളൊരു ഓഫീസർ, സുപ്പീരിയർ ഓഫീസർ ഇപ്പോൾ വഴക്ക് പറഞ്ഞാൽ സഹിക്കാൻ ഒരു വിഷയം. ഇപ്പം വളരെതായിട്ട് ബാത്റൂമിൽ പോയി ഭിത്തിയോട്
പറയാനുള്ളത് വേറെ പറയും. അപ്പോൾ അത് ചിലപ്പോൾ ഇതാണ് ഇതിലെഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാം എഴുതും. ഇപ്പം നമ്മൾ അതിലൊരു ഉദാഹരണം ഓവിയൻ നോർമൽ വളരെ സൈലൻ്റായിട്ട് ഇവിടെയെല്ലാം സാധ്യം വേണ്ടത്. പക്ഷെ കർമ്മപുരാണം തുടങ്ങുന്നതന്നെ എന്തല്ലേ അവിടെയാണ് ഈ കുഴപ്പം. അപ്പോൾ അത് കഥാർസിസ് തന്നെയാണ്. ഈ കെട്ടിക്കിടക്കുന്ന സംഗതി എവിടെയും പോകുന്നു. പിന്നെ ഈ ഇതിൻ്റെ ടൈറ്റില് പർപ്പസ്ഫുള്ളായിട്ടിട്ടതല്ല. ശിവൻജി എന്ന് പറയുന്നത് ജനറ്റിക് ആണല്ലോ അല്ലല്ലോ. 90% എങ്കിലും ജനറ്റിക്സ് ആണ്. ബാക്കി ഇപ്പോൾ ട്രുവൻജി നേരെ പോകുന്നതിന് വരും ചെറിയ ചെറിയ എവറേഷൻസ്. പിന്നെ ജീനിലൊക്കെ നമ്മൾ തന്മാത്ര എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അതിലൊരു പാട്ടുണ്ട്. എന്താണ് പിറവിയിലേക്ക് ഒഴുകുന്നു അങ്ങനെ ജീവതന്മാത്രം ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുമ്പുള്ള തലമുറകൾ ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ അത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ 2-3 തലമുറ മാത്രം. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്കും നമ്മളിൽ നിന്ന് എന്താണ് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയെങ്കിൽ നമ്മളുടെ കഴിവുകൊണ്ട് മാത്രമല്ല ഇവരൊക്കെ തന്ന ചില പാഠങ്ങൾ നമ്മളെ നയിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഇതെടുക്കുക. അപ്പോൾ അതൊക്കെ സ്മരിക്കാൻ അവരുടെ പലരുടെയും ഈ ഫോട്ടോ ആയപ്പോൾ ഭാസ്കർ സാറിൻ്റെ വീട്ടിൽ 2-3 വർഷം മുമ്പ് പോയി എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. ഇതൊന്നും ഈ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോ പോലും ഇല്ല. അതുപോലെ ഇപ്പോൾ മരിച്ചുപോയ അക്കിത്തം MGS നാരായണൻ അതൊക്കെ ഞങ്ങൾ സാധനമായിട്ട് ചേർന്ന് നേരത്തെ ഒരു ഇത് പറഞ്ഞു ഒരു കവി PM നാരായണൻ. അതെൻ്റെ വൈഫിൻ്റെ ശാന്തിയുടെ മൂത്ത ബ്രദറാണ്. അപ്പോൾ ആ പുള്ളിയുടെ കവിതകളെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി അത് ബിന്ദു ഉണ്ടായിരിക്കുകയാണ്. ബിന്ദുവാണ് അതിൻ്റെ മെയിൻ ആൾ സാറിൻ്റെ മിസ്. അപ്പോൾ അത് ഒരു ഞങ്ങൾ ഒരാഴ്ച പോയപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് അക്കിത്തും ആർട്ടിസ്റ്റ് അവരൊക്കെ ഇപ്പം ഇന്നില്ല. അപ്പം അത് റെയർ ഫോട്ടോസാണ്. അത് പിന്നെ ചേർത്തില്ലെങ്കിലും അല്ലെങ്കിൽ കളറിലാക്കിയെങ്കിൽ പിന്നെ എന്താണ് ഇതാണ് അതിൻ്റെ പുറകിൽ. പിന്നെ എത്രയൊരു കുറഞ്ഞ ആളെ കുറഞ്ഞതല്ല നമ്മൾ പ്രതീക്ഷിച്ച് പറയുന്നത് വന്നിട്ടില്ല. വളരെ അടുത്തുള്ള വളരെ ദൂരമുള്ളവർ വന്നു. പക്ഷെ അടുത്തുള്ളവർ എന്തുകൊണ്ടോ വന്നില്ല. അതിൽ പ്രോബ്ലം ഇല്ല. പക്ഷെ എന്നാലും വന്നതൊക്കെ ഈ നമ്മളോടുള്ള ആത്മബന്ധം ഹെൽത്ത് വൈസ് പോലും സാറിന് അത് ഞാൻ ചോദിച്ചു സാറ് വന്ന് തിരിച്ചെങ്ങനെ പോകുന്നത് വന്ന് പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വിളിക്കുന്നത് ഭാസ്കർ സാറാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ 10 ദിവസമായി കാണുള്ളൂ വേറെ പോകണം. പക്ഷെ ഭാഗ്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ എഴുതിയത് അതിനോടൊരു മനസ്സിലാക്കൽ അല്ലെങ്കിൽ അനുഭവം ഉള്ളവർ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മളാ ക്ലാസ്സിൽ ഇപ്പോൾ അറിയാം ആ തലമുറയിൽ പഠിച്ചവർക്കെല്ലാം ഭാസ്കർ സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ ഇതാണ്. സാറ് വളരെ ഡിഫറൻ്റാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതിന് മാത്രം നിൽക്കും. സാറ് വേറെ പുതിയ സൈബർനെറ്റിക്സ് ബുക്കൊക്കെ നമ്മളോട് വായിക്കും. അതായത് വെറും ഈ ഒരു സിലബസിൻ്റെ അകത്ത് അങ്ങനെയല്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ വായന തുടങ്ങുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറേ മുന്നോട്ട് പോകാൻ പറ്റി. അപ്പോൾ ഇത്രയും നല്ലൊരു സദസ്സ് കിട്ടിയതൊക്കെ എല്ലാവരോടും നന്ദിയുണ്ട്. ഭാസ്കരൻ സാറിന് പ്രത്യേകിച്ച് ഞാൻ തൃശ്ശൂരിൽ കൂടെ ഒന്ന് പോകുന്ന നിസ്സാര കാര്യം ടിക്കറ്റ് ബുക്ക് ചെയ്തു. നാളെ രാവിലെ തിരിച്ചു പോകും. അപ്പോൾ അതൊക്കെ വളരെ ത്യാഗം തന്നെയാണ്. അത് സൗഹൃദത്തിനാണല്ലോ. അത് വേറെ 5 പൈസ DA ഒന്നും കൊടുക്കുന്നില്ല. അതൊക്കെ വളരെ ഇതാണ്. പക്ഷേ ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്തുള്ളവർക്ക് വരാനൊരു സമയം പോലും കിട്ടുന്നില്ല. ജസ്റ്റ് വന്ന് പോകാൻ പോലും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക റിലേഷൻഷിപ്സിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും മുന്നോട്ട് പോകും. സോഷ്യൽ മീഡിയയിൽ രാവിലെ ഇതുണ്ടാവും പിന്നെ പോവും. അപ്പോൾ ഈ ഡീപ്പായിട്ടുള്ള റിലേഷൻസ് ഉണ്ടെങ്കിൽ മനുഷ്യൻ പിന്നെ കുറച്ച് ഫാമിലിയെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാവരുടെ ജീവിതത്തിലും ഉയർച്ച താഴ്ചകൾ സംഘർഷം അതുണ്ടല്ലോ. സമൂഹത്തിൽ പേപ്പറിൽ കാണുന്നത് ദിവസം നോക്കുമ്പോൾ തകർന്നു പോകുന്ന ബന്ധങ്ങളും ഇതെന്തുകൊണ്ട് തകരുന്നു നമ്മൾ ആലോചിക്കും. എന്തുകൊണ്ട് തകരുന്നു? എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത്? ഇതിൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്? ഇപ്പോൾ പ്രകൃതി ഇതൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ യൂണിറ്റായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. പ്രകൃതി ഉദ്ദേശിച്ചതാണ്. അതും പറഞ്ഞാൽ അത് കിട്ടിയില്ല അല്ലെങ്കിൽ സ്വർണം കിട്ടിയില്ല ഉടനെ ഒരാളെ മണ്ണെണ്ണ കുടിച്ച് ഇതൊരു സംഗതി. ഇത് ആരാലോചിക്കും? നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂഷ്വൽ ന്യൂസാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ബുക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാവും, കുറേയധികം മനസ്സിലാവും. പിന്നെ കുറച്ച് വളർത്തും തിരിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റ് എന്നുള്ളത് കാണുന്നൊന്നുമില്ല. പിന്നെ അസീമുദ്ദീനൊക്കെ ഞാൻ എത്ര 40 വർഷം കഴിഞ്ഞാണ് ഈ വ്യക്തിയെ കാണുന്നത്. ഞങ്ങൾ കോളേജിൽ അറിയാം, ക്യാമ്പസിലൊക്കെ നമ്മൾ ഇടപെടാന്ന് വിളിച്ച് നടക്കുന്ന വ്യക്തി 40 വർഷം കഴിഞ്ഞാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ഗുണം. അതാണ്. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും ഇത്
ഇത് ഇത്ര മനോഹരമായിട്ടൊരു ഇത് പബ്ലിഷ് ചെയ്യാൻ സഹായിച്ച ഒരു വെബ്സൈറ്റ്. അടുത്ത ബുക്കിംഗ് അവസരം നല്ല ഡിസ്കൗണ്ട് തരുമെന്നാണ്. ഇത്ര നല്ലൊരു ബുക്കാണ്. അല്ല സാറേ, നല്ല ഇവന്റ് ആയതുകൊണ്ട് ഇനിയും തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയും. ഇത്ര നേരം നമ്മൾ വലിയ താമസിച്ചില്ല, 1.5 മണിക്കൂർ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അത് നല്ലൊരു സായം. എന്നെ സംബന്ധിച്ച് ഞാനിത് ഞാൻ പറയട്ടെ, കോഴിക്കോട് നടത്താം. കോഴിക്കോട് മണിക്കൂർ ആളെ കൂട്ടി നമുക്ക് നടത്താം. പക്ഷെ അങ്ങനെ അല്ല ഇത് നടത്തുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ച് നടത്തി. താല്പര്യമുള്ളവർ വന്നു. ഇത്ര പറഞ്ഞു. എഴുത്തിന് പ്രകാശനത്തിന് നിയോഗം ഉണ്ടായിരുന്നു. അതെ, ഇത് അല്ല, അല്ലെങ്കിൽ ഈ പോയ സ്ക്രിപ്റ്റ് തിരിച്ചു കിട്ടുമല്ലോ. അതിനത് എടുത്തു വന്ന് നെക്സ്റ്റ് ഡേ സാജൻ ഇത് 25 വർഷം സാധനം സൂക്ഷിച്ച് വെച്ചു. എന്തിനു സൂക്ഷിച്ചു? സാധനം ഇതിനും ടൺ കണക്കിന് കടലാസിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. വീഡിയോസൊക്കെ എടുക്കും, സ്ക്രിപ്റ്റ് ഇതെല്ലാം ഉണ്ട്. ഇതെന്തുകൊണ്ട് അവിടെ കിടക്കും? കിട്ടിയ നെക്സ്റ്റ് ഡേ ജോസഫിൻ്റെ മുമ്പിലെത്തി. അപ്പം ഇതിന് 3 മാസം അല്ലേ? അതൊരു ഫോമിലായി കിട്ടും. ഈ വായിക്കുന്നൊരു വായിക്കും, അല്ലാത്തൊരു വായിക്കുമ്പോൾ കിടക്കും. നമുക്ക് പറ്റുന്ന നമ്മൾ ചെയ്തിരിക്കും. നല്ലതുണ്ടാവും, ചീത്ത ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ലത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചു. ഇത് എത്തിക്കുന്നത് ഈ കുടുംബജീവിതം, അതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം ഈ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ്. ഇത് നമ്മൾ നുണവേണ്ട കാര്യമില്ല. ഇത് ഭാര്യയും വായിക്കുന്നത്. എൻ്റെ മക്കൾ, എനിക്ക് 2 പെൺകുട്ടികൾ, അവരും വായിക്കും. അപ്പോൾ അവർ അച്ഛൻ എന്താണ് അല്ലെങ്കിൽ അമ്മ എന്താണ് ഇതതിലുണ്ട്. അത് വായിക്കുന്നവർക്കത് മനസ്സിലാവും. ശരി, ഇത്രയും പറഞ്ഞു. എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജോസാറുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളൊന്നും വെള്ളായണി കാർഷിക കോളേജിൽ പഠിക്കാത്തവർ. പക്ഷേ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളും അവരോടൊപ്പം പഠിച്ചിരുന്നതിൻ്റെ ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം അവരൊക്കെ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയിൽ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു എന്ന് ഇപ്പം ജോസാറ് പറഞ്ഞത് കറക്റ്റാണ്. ചില ബിനും ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം ഈ സായാഹ്നം ഒരു രാത്രിയുടെ ആഴത്തിലേക്ക് പോകുന്നത് ഓരോ കണ്ടുമുട്ടലും ഓരോ വേർപിരിയലുകളാണ്, സങ്കടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങ് തീരാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥന ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലയിടങ്ങളിൽ എത്തപ്പെടേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്കെല്ലാം കൃത്യമായിട്ട് ഇനിയിപ്പം 8:30 മുതൽ ട്രെയിനുകൾ വടക്കോട്ട് പോയി തുടങ്ങും. അതിനകത്തൊക്കെ കയറി പറ്റേണ്ടവരാണ്. എനിക്കും പോകണം. അപ്പോൾ എന്തായാലും ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നു. ഒരു നടപ്പ് ദീനക്കാരൻ്റെ സുവിശേഷം കേൾക്കാനായിട്ട്, കൺഫെഷൻ കേൾക്കാനായിട്ട് ഞങ്ങൾ ഇനി ഒത്തുകൂടും എന്ന് മാത്രം പറയുന്നു. ഈ ചടങ്ങ് ഇതോടുകൂടി പര്യവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.